ഇന്ത്യയിൽ പോലീസ് എന്ന സംവിധാനം ഉണ്ടാക്കിയ കാലം മുതൽക്കേ ഭരണകർത്താക്കളുടെ മർദ്ദനമുറയായിട്ടാണ് പോലീസിനെ ഉപയോഗിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബാക്കി പത്രമായ പലരും ഇന്നും പോലീസ് സേനയിൽ ഇരിക്കുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണം പ്രമാദമായ കണ്ണൂരിലെ ചക്കരക്കല്ല് മാലമോഷണ കേസിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. 2018 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കണ്ണൂരിലെ കതിരൂർ എന്ന സ്ഥലത്ത് യുവതിയുടെ മാല മോഷ്ടിച്ചു എന്ന കേസിൽ ഖത്തറിൽ റെന്റ് കാർ നടത്തിയിരുന്ന 15 ദിവസത്തെ മാത്രം ലീവിന് മകളുടെ നിക്കാഹ് നടത്താൻ വേണ്ടി നാട്ടിൽ വന്നിരുന്ന താജുദ്ദീൻ എന്ന പ്രവാസിയെ പ്രതിയുടെ രൂപസാദൃശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും 50-ലധികം ദിവസം ജയിലിൽ പാർപ്പിക്കുകയും അദ്ദേഹത്തെ മാനസികമായും ശാരീരികമായും തകർത്ത് കളഞ്ഞ പോലീസ് സേനയിലെ ചിലർ. താജുദ്ദീൻ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്ന് അദ്ദേഹത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചിരിക്കുകയാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നമ്മുടെ നിയമ സംഹിതയിലെ ആപ്തവാക്യം പലപ്പോഴും സാധാരണക്കാരന് നേരെ കണ്ണടക്കുകയാണ്. ഈ കേസിൽ താജുദ്ദീൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അനുഭവിച്ച പല യാതനകളിൽ ചിലതാണ് അദ്ദേഹത്തിന്റെ ഷർട്ടും പാന്റും ഊരിയെടുത്തുകൊണ്ട് അടിവസ്ത്രത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി മർദ്ദിക്കുന്നത്. സാമ്പത്തിക പ്രയാസം കാരണം അദ്ദേഹത്തിന്റെ മൂത്ത കുട്ടിയുടെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. 7 വയസ്സുള്ള ഇളയ കുട്ടിക്ക് സ്കൂളിൽ നിന്നും കള്ളന്റെ മകൻ എന്ന ആക്ഷേപം കേൾക്കേണ്ടി വന്നപ്പോൾ പഠനത്തിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു. തലേ ദിവസം വരെ സ്നേഹത്തോടുകൂടി പെരുമാറിയ അയൽവാസികൾ ഇനി മേലിൽ കള്ളന്മാരൊന്നും ഇവിടെ താമസിക്കരുത് എന്ന് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഉണ്ടായ മാനസിക സംഘർഷങ്ങൾ. 2011 കേരള പോലീസ് ആക്ടിൽ എങ്ങനെയായിരിക്കണം ഒരു പോലീസ് കൃത്യനിർവഹണം നടത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പലപ്പോഴും പാലിക്കപ്പെടാതെ പോകുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഒരു ക്രിമിനൽ പശ്ചാത്തലവുമില്ലാത്ത, നാട്ടിൽ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത താജുദ്ദീനെ സ്ഥിരം കുറ്റവാളിയാണെന്നും അതേപോലെ ഗൾഫിൽ നിന്നും വന്ന് സ്ഥിരം മോഷണം നടത്തുന്നയാളാണ് എന്നുള്ള പച്ചക്കള്ളമാണ് പോലീസ് കോടതിയിൽ അവതരിപ്പിച്ചത്. യഥാർത്ഥ പ്രതിയായ ശരത് വത്സരാജ് എന്നയാളെ കണ്ടെത്താനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഈ താജുദ്ദീൻ തന്നെ പരിശ്രമിക്കേണ്ടി വന്നു എന്നതും സങ്കടകരമാണ്. അതേപോലെ ഈ കേസിൽ ഇടപെട്ടുകൊണ്ട് യാഥാർത്ഥ്യം പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ച കൊണ്ടോട്ടി MLA ആയിരുന്ന TV ഇബ്രാഹിം, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ PA ഷാഹുൽ എന്നിവരുടെ സേവനങ്ങളും സ്തുത്യർഹമാണ്. പോലീസ് സംവിധാനത്തിലെ പുഴുക്കുത്തുകളെ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ താജുദ്ദീനിൽ നിന്നും നമ്മളിലേക്കുള്ള ദൂരം വലുതല്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നതും നന്നായിരിക്കും.